ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ പർച്ചേസ് വ്ലോഗാണ്. വലുതായിട്ടൊന്നുമില്ല, ഒരു കുട്ടി പർച്ചേസ്. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്തത്. എൻ്റെ ജിം വെയറൊക്കെ ഇപ്പം എനിക്ക് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ണം വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് ജിം വെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉള്ളൂരുള്ള ഡെക്കാത്തലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. കുറേ നാളായിട്ട് റോഡ് പണി നടക്കുവാണ്. റോഡ് പണിയല്ല, ഡ്രെയിനേജിന്റെ എന്തോ ഒരു പദ്ധതി, ഡ്രെയിനേജ് വീട്ടുകളിൽ നിന്നൊക്കെ ഡ്രെയിനേജ് അങ്ങനെ എന്തോ ജോയിന്റ് ചെയ്ത് ഇട്ടത്തറ അങ്ങനെ എന്തോ ഒരു പ്ലാന്റ് തുടങ്ങുകയാണ്. അപ്പൊ അവിടെ പോകുന്ന എന്തോ ഒരു പദ്ധതിയാണ്. അതെനിക്ക് എത്ര മാത്രം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യം എനിക്ക് അറിയണം. എല്ലാ സ്ഥലവും ഒരുപോലെ അല്ലോ, ചിലടത്ത് തേരി കയറ്റം കാണും, ഇറക്കം കാണും. അപ്പോൾ എങ്ങനെ പോകുന്നുള്ള എനിക്ക് അറിയണം. അപ്പൊ അതിന്റെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പം വീട്ടിലോട്ടൊന്നും വണ്ടി കൊണ്ടുവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ റോഡിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. എൻ്റെ വണ്ടി മാത്രമല്ലേ, എല്ലാ വീട്ടുകാരും ആ ഏരിയയിലുള്ള എല്ലാവരുടെ വീട്ടുകാരുടെ വണ്ടി എല്ലാം റോഡിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞാൽ തിരിച്ച് നടന്ന് അല്ലെങ്കിൽ വണ്ടി കയറി തിരിച്ച് വരണം എന്ന് തീരുമെന്ന് പറഞ്ഞോ. കുറെ നാളായി പരിപാടി തുടങ്ങിയിട്ട്. എത്രയും പെട്ടെന്ന് തീർന്ന് റോഡൊക്കെ സെറ്റായി മതിയായിരുന്നു. വയ്യ അതുവഴി വണ്ടി കൊണ്ടുപോയി വണ്ടി എല്ലാം കണ്ടം തുണ്ടോ. മഴ പെയ്താ പിന്നെ നോക്കണ്ട, കാരണം 2 വീലറിൽ പോകണം തെക്കുടക്കനെ വീഴും. ഒരുപാട് പേരെ ഈ ഇടയ്ക്ക് തന്നെ വീണെന്ന് തോന്നുന്നു. ബിജോയി ഇടയ്ക്ക് വീണെന്ന് പറയാനായിട്ട്. എല്ലാം നാടിന്റെ നന്മയ്ക്കാണെന്നാൽ ആലോചിക്കുമ്പോ ഒരു സന്തോഷം. എന്താ ചുണ്ടി ചുണ്ടി കിടക്കുന്നേ? എന്താ ലെഗാണോ ചെയ്തെന്ന്? ലെഗ് ചെയ്യണ്ട, എന്ത് ചെയ്താലും എനിക്ക് വേദനയാണ്. 2 ദിവസമായി. ഓൾറെഡി നിനക്ക് ആ ഒരു കളർ ഉണ്ടല്ലോ. ആ കളറുണ്ട്, പിന്നെ ഏകദേശം ഈ കളറൊക്കെ ഉണ്ട്. ഇതൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ. എല്ലാം ടൈറ്റായി. തടി വെച്ചു എല്ലാ ദിവസവും വാങ്ങേണ്ടി വരും അല്ലേ? ഓ, നീ എങ്ങനെ കറക്റ്റ് ജിമ്മിൽ കറക്റ്റ് പോകണുണ്ട്. ഞാൻ 2 ദിവസം കറക്റ്റ് നാളെ ഗ്രീൻ കൊള്ളാം. ഇല്ലാത്ത കളർ നോക്കിയിട്. ഓക്കെ, എൻ്റെ അടുത്ത് വെച്ച് എനിക്കെങ്ങനെ അറിയാം? നോക്ക് വേറെ ചെയ്ത് നോക്കോടാ. ഇതൊക്കെ അല്ലേ? അല്ല, പച്ചവെള്ളം. ഇനി XL ആവും, ഡബിൾ XL ആവും. ഡയറ്റ് പ്രോപ്പർ ഇട്. ടീഷർട്ട് ഇറക്കാനാ? ഇതും ഓക്കെയാണ്. ഡ്രസ് എടുത്തതിന് ശേഷം അടുത്തെന്താ? ഗ്ലൗസ്. അത് വെയിറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരല്ലേ? വെയിറ്റ് ഒക്കെ എടുക്കും, കൈയൊക്കെ റഫ് ആവൂലേ, സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കണ്ടേ. എന്റെ ഗ്ലൗസ് ചേട്ടൻ എടുത്തോണ്ട്. ഓ പിന്നെ ഞാനേ ഗ്ലൗസ് ഇടാറില്ല. ഗ്ലൗസ് വെച്ചുള്ള വർക്കൗട്ട് ഞാൻ തുടങ്ങി. മോളാണ് നിന്റെ കൈ. അങ്ങ് അറ്റത്തെടുത്തോ. 499 ആവശ്യമേ ഉള്ളൂ, 699 ആവശ്യമില്ല. ഇതൊക്കെ മതി. 5 ഡമ്പൽ എടുക്കുന്നതിന് ഇതൊക്കെ തന്നെ ധാരാളം. അയ്യോ, ഓ, ഒരാഴ്ച പോവാനാണ് ജിമ്മില്. എനിക്ക് ഇതിട്ട് അടുക്കളയിൽ ജോലി ചെയ്യില്ലേ? ഇത് ലാർജ് അല്ലേ? മോള് ഇതായിരിക്കുന്ന ഏറ്റവും താഴെ. എന്നെ കൊണ്ട് ഇത് എന്നെ ധാരാളം. ഇതിട്ട് നിനക്ക് മരം മുറിക്കാൻ വരെ പോവാം. ആ, പഞ്ച് ചെയ്യുന്ന സാധനം ഇതല്ലടി, അതുകൊണ്ട് ബോക്സ്. അതുകൊണ്ട് ഇതൊക്കെ ഇട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, മതിയല്ലോ. ഇനി വേറെ ഒന്നും വേണ്ടല്ലോ. ഇനി ഇവിടെ കാണുന്ന എല്ലാം വേണമെന്ന് പറയല്ലേ. ആവശ്യമൊന്നുമില്ല, വേറെ ഒന്നുമില്ല. വേറെ എനിക്ക് ആവശ്യമുള്ള ഇല്ലടി മേഖലയോടെ. എനിക്ക് ഒരെണ്ണം വാങ്ങാം. അത്യാവശ്യം പെയിനുണ്ട്. നല്ല പെയിനുണ്ട്. ഞാൻ ട്രൈ ചെയ്തേക്കാം. അതിന്റെ സാധനം ഇട്, അല്ല നീ ചുമ്മാ ഒറ്റി കൊണ്ടുപോയാ. ഒരു ടൗല് വാങ്ങാമായിരുന്നു. അതും അവിടെ ഉണ്ട്. ഇങ്ങനെയല്ലേ, കൈ കയറണില്ല ഇതിനകത്ത്. അത് വരത്തെ കൈ. ഇത് ഇങ്ങനെ നിവർത്ത്, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട്. ഇത് നിന്നെ കാണുന്നുണ്ട്. ഇത് കണ്ണുപത്തി കളിക്കണല്ലേ? ഇല്ല, പിന്നെന്ത് മേടിച്ചോ? മേടിച്ചോ. പവർ നോക്കട്ടെ ഇടിയില്ല. ഇല്ല, ആ നിക്കിളി ആയാലേ ഉള്ളൂ. എടിക്കേ. ഹർഭജൻ സിംഗ്
അയ്യോ നോവ് അയ്യോ പഞ്ച് നോട് പഞ്ച് പോരാട്ടോ പോരാ അതൊക്കെ എന്ത് പഞ്ച് പോയ അയ്യോ നോവും നോവും വിങ്ങും നെഞ്ചകത്തിൽ അടി ആ വേണ്ട. അയ്യോ എൻ്റെ കൈ വേദന. നല്ല പെയിനുണ്ട്, ചെറുതായിട്ട് അടിക്കുമ്പോൾ തന്നെ പെയിനുണ്ടല്ലേ. ഞാനും അത് വിചാരിച്ചു. ഓ ഒരെണ്ണം വേണമായിരുന്നു. നോക്കട്ടെ, ഇതത്ര ചെറുതല്ലല്ലോ. അത്യാവശ്യം ചിട്ടിക്കുട്ടി വെച്ചിരിക്കുകയായിരുന്നു. വാങ്ങുമ്പോൾ തുറക്കുമ്പോൾ ഇങ്ങനെ കൊള്ളാം സെറ്റപ്പ്. ഇവിടെ കയറി കഴിഞ്ഞ ഒരു വിദേശത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയ ഒരു ഫീൽ ഉണ്ട്, കാരണം ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. യെസ്, ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ പേഴ്സ് പോലെ ഉണ്ട്. പക്ഷെ ഇത് കാണാൻ ചെറുതുപോലെ ചെയ്യണല്ലോ. ഇതെല്ലാം നീ ബാഗ് തന്നെ കണ്ടില്ലേ? അതെ, ശരിയാ. ഇത് മതി ധാരാളം. വേണം വേണം, അങ്ങോട്ട് പോകണ്ട നമുക്ക്. ക്രിക്കറ്റ് സെഷൻ വേണ്ട. ആ ഇത് മറ്റേ ഫ്രിസ്ബി അങ്ങനെ ഒന്നല്ലേ? പിടിക്കൂല എറിയട്ടാ. പോയി. ഞാൻ അറിയാൻ പോകണം. പേടിച്ചാണ് പിടിച്ചത്. എന്നിട്ട് മാസം അടിച്ച് പറഞ്ഞ നോക്കിയാണ് ഒരു ഞെട്ടലുണ്ടായിരുന്നത്. ഞെട്ടലുണ്ടായിരുന്നേ, നല്ല ഞെട്ടലുണ്ടായിരുന്നേ. പക്ഷെ ഇത് കൊള്ളല്ലേ, ലോകം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. ശരി, ഇത് പേരെന്താ അന്ന്? ഇന്നെന്താ പേര് ഇടും, മാറ്റും അതിന്? നമ്മളെ ഭാഷയിൽ ഫ്രിസ്ബി എന്ന് പറയും. ചിലപ്പോ ഇതിന് വലിയ ഇത് പ്രായപൂർത്തിയാകുമ്പോ ഇത് തന്നെ സ്വയം പോയി പേര് മാറ്റുമോ? പക്ഷെ ഇത് വലുതായിരുന്നു. പക്ഷെ ഇത് ലോങ് എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുമ്പോഴേ നല്ല ദൂരം. ഓ പക്ഷെ കൂടുതൽ നമ്മൾ റേറ്റിംഗ് ഇവിടെ നമുക്കൊന്നും വേണ്ട. ഹെഡ് ബാൻഡ് വേണം, നമ്മൾ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് മുടി പിടിച്ചൊക്കെ വെക്കാം. സ്വെറ്റ് ബാൻഡ് അല്ലേ? ആ, ഞാൻ ഏതായാലും നല്ല രീതിയിൽ സ്വെറ്റ് ആവും. പക്ഷേ നീ ഇതൊന്നും അധികം യൂസ് ചെയ്യണ്ട, കാരണം കോസ്റ്റ്യൂം മാത്രമേ കാണുള്ളൂ, വർക്കൗട്ട് കാണൂല. വർക്കൗട്ട് ഉണ്ട്, അതാണ്. കോസ്റ്റ്യൂം വലിയ സൂപ്പറായിട്ട് ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ഇല്ല. റെസ്റ്റാണ് ഞാൻ മെയിൻ. ഇതെനിക്കും അങ്ങനെയാണ് വന്നത്. എവിടെ ടു കോസ്റ്റ്ലി, ബട്ട് നോക്കാം. സ്മോള് നല്ല ടൈറ്റ് ആയിരുന്നു. ഇത് ലാർജ് അല്ലേ? മീഡിയം ആണ് കറക്റ്റ്. ഓക്കെ, മീഡിയം ഇല്ല. ഇതിന് ലാർജ് വേണോ? ഇത് കറക്റ്റ് അല്ലേ? ഇതിന് ലാർജ് വലുതായി പോവും. വല്ലപ്പോഴും ഇവിടെ ഉള്ളൂര് വരെ വരണത്, അപ്പോഴാണ് ഇനി മണാലി പോകുന്നത്. അതെ, കാണിപ്പോ മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ക്യാരറ്റ് ഒന്നും കാണാനില്ലേ? മന്തി, കുറേ നാളെ മന്തി കഴിച്ചിട്ട്. ഗൈസ്, ഞങ്ങൾ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് വീടെത്തി. ഒരുപാടൊന്നുമില്ല, അത്യാവശ്യം ഉള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.